യേശുക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കാൽവരിയിൽ മുഴുവൻ രക്തവും ചിന്തി സ്വന്തം ജീവനെ തന്ന് നമ്മയെല്ലാം വീണ്ടെടുത്തേച്ച് പരിശുദ്ധാത്മാവിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇതിലൊരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകരുതേ. പ്രിയ ദൈവ പൈതലേ, നീ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ്. നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നിന്നെ വിശുദ്ധയും നിഷ്കളങ്കയും ദൈവത്തിന്റെ തേജസ്സേറിയ നിർമ്മല കന്യകയുമായി നിന്നെ ഒരുക്കി എടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് നീ ചേർന്ന് നടക്കണം. ആ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത്. നിന്റെ ഒരു വാക്കുകൊണ്ട് നീ ഒരു സഹോദരനെയോ സഹോദരിയെയോ ദുഃഖിപ്പിച്ചാൽ നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഒരാൾ നിരാശയോടുകൂടി നിന്റെ അടുക്കൽ വന്നിട്ട് അതിനേക്കാൾ നിരാശയോടുകൂടിയാണ് അയാൾ തിരിച്ചു പോകുന്നതെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെയും നീ പരിശുദ്ധാത്മാവിനോട് റിബല്യസ് ആയിട്ടുണ്ട്. നിന്നെ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനാൽ ദൈവം എല്ലാ വിശ്വാസികളുടെ മേലും ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വീണ്ടെടുപ്പ് നാളിൽ കർത്താവിൻ്റെ 2-ാം വരവിൽ നീ കർത്താവിൻ്റെ അടുക്കലേക്ക് പറന്നുയരണമെങ്കിൽ ആ മുദ്രയുടെ ശക്തി നിനക്കാവശ്യമാണ്. ഈ മുദ്രയുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ അവൻ്റെ അടുക്കലേക്ക് പറന്നുയരുവാൻ കഴിയത്തുള്ളൂ. അതായത്, നാം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി നാം ചെല്ലുന്നത് ചെക്ക് ഇൻ കൗണ്ടറിലാണ്. നമ്മുടെ ബാഗേജ് എല്ലാം കൊടുത്ത ശേഷം അവിടെ നിന്ന് നമുക്കൊരു ബോർഡിംഗ് പാസ് കിട്ടും. അതായത്, നാം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് പോലെ. അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന ആ ബോർഡിംഗ് പാസുമായി പറന്നുയരുവാൻ കർത്താവാകുന്ന വിമാനത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിന് വേറൊരു പേര് പറയുന്നത് ആശ്വാസപ്രദൻ എന്നാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള നമ്മളെല്ലാം ആരാണ്? ആശ്വാസപ്രദന്മാരാണ്. ആശ്വാസപ്രദൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവർ, മറ്റുള്ളവരെ ശക്തീകരിക്കുന്നവർ, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നവർ, അനേകരെ ആ വീണ്ടെടുപ്പ് നാളിനായി ഒരുക്കിയെടുക്കുന്നവർ. ആമേൻ.